ഇത് പാലക്കാടാണല്ലോ ഏറ്റവും ശക്തമായിട്ട് ത്രികോണ പോരാട്ടം നടന്നത്. പാലക്കാട്ടെ ഫലം അത് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അത് സരൺ LDF പാളയത്തിലേക്ക് എത്തുന്നു, ഒപ്പം BJP അതിശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്നു, UDF മണ്ഡലം നിലനിർത്താമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ നിർണായകമായിട്ടുള്ള ഒരു ഫലമാണ് പാലക്കാട് വരാൻ പോകുന്നത്. പാലക്കാട്ടെ കണക്കുകൂട്ടൽ എങ്ങനെയാണ് മൂന്ന് മുന്നണികളുടെയും? പാലക്കാട് മൂന്ന് മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ് എൽദോ. അതാണ് പാലക്കാടിന്റെ ഏറ്റവും കൗതുകരമായ ഒന്ന്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് BJP ക്യാമ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സിറ്റിംഗ് സീറ്റായ UDFന് അവിടെ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്ന കണക്കാണ് അവിടെ BJP പറയുകയും ചെയ്യുന്നത്. എന്തായാലും കൗതുകകരമായ രാഷ്ട്രീയമാണ്. ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് പോളിംഗ് നടന്നത് എന്നത് സംബന്ധിച്ച് 70% പരം വോട്ടിംഗ് ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ബൂത്ത് തലത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ് പാലക്കാട് ഇത്രയധികം അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. സാധാരണഗതിയിൽ ചേലക്കര അടക്കം ആദ്യ ദിവസം തന്നെ ഇത് പുറത്തുവിട്ടതാണ്. ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടാം ദിവസം കഴിയുമ്പോഴും അത് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുന്നണികൾ സ്വന്തം നിലയിലുള്ള കണക്കാണ് അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. അവിടെ നഗരസഭയിൽ വോട്ട് കുറഞ്ഞു, അത് BJPക്ക് തിരിച്ചടിയാകുമെന്നുള്ളതാണ് UDFും LDFും ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം നഗരസഭയിലെ BJP ശക്തി കേന്ദ്രങ്ങളെല്ലാം വോട്ടിംഗ് നടന്നിട്ടുണ്ട്. പക്ഷേ പിരായിരി ഉൾപ്പെടെയുള്ള UDF കേന്ദ്രങ്ങൾ, കണ്ണാടി ഉൾപ്പെടെയുള്ള മേഖലകളിലുണ്ടായ വലിയ വോട്ട് കുറവ്, ഇതൊക്കെ LDFനും UDFനും തിരിച്ചടിയാകും. അങ്ങനെ നഗരസഭയിൽ ഏതാണ്ട് 9,000-ൽ പരം വോട്ടുകളുടെ ലീഡിൽ വിജയിക്കാം എന്നാണ് BJPയുടെ ഒരു ആത്മവിശ്വാസം ഉള്ളത്. തൊട്ടിപ്പുറത്ത് UDFനെ സംബന്ധിച്ച് നഗരസഭയിൽ വോട്ട് BJPക്ക് കുറഞ്ഞു, അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു. അതേസമയം തന്നെ പിരായിരിയിലും മാത്തൂരും കണ്ണാടിയിലും അടക്കം കഴിഞ്ഞ 2016 സമാനമായ രീതിയിൽ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഈ മൂന്ന് പഞ്ചായത്തിലൂടെ ആകെ 1500ഓളം വോട്ടുകളുടെ മാത്രമേ കുറവുള്ളൂ. അതിൽ കൂടുതൽ വോട്ടുകൾ നഗരസഭാ പരിധിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി UDFന് വിജയിച്ച് കയറാം എന്നാണ് അവർ പറയുന്നത്. LDFും വലിയ പ്രതീക്ഷയാണ്. കണ്ണാടിയിലും മാത്തൂരിലും വലിയ നേട്ടമുണ്ടാകുമെന്നവർ കരുതുകയാണ്. ഒരുപക്ഷെ P സരിൻ ശ്രീധരന് സമാനമായ രീതിയിൽ പൊതു വോട്ടുകൾ കൂടി പിടിച്ചാൽ ഒരുപക്ഷെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഓടിക്കയറാം, അങ്ങനെ വിജയത്തിലെത്താം. എന്തായാലും രണ്ടാം സ്ഥാനമെങ്കിലും ഉണ്ടാകും എന്നും LDF കണക്കുകൂട്ടുകയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്, അന്തിമമായ ബൂത്ത് തലത്തിലുള്ള കണക്ക് പുറത്തു വരാത്തതാണ് ഈ അഭ്യൂഹങ്ങൾ തുടരാൻ കാരണം. ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ, ഏത് ബൂത്തിലാണ് വോട്ട് കുറഞ്ഞത് എന്നൊരു അന്തിമമായ വ്യക്തതയിലേക്ക് എത്താൻ കഴിയാത്തതിന് കാരണവും അതാണ് എൽദോ. റൈറ്റ്. ത്രികോണ പോരാട്ടം നടന്ന പാലക്കാട് മൂന്ന് മുന്നണികളും പ്രതീക്ഷയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മൂന്ന് മുന്നണികളും ഒരേപോലെ പ്രതീക്ഷ പുലർത്തുകയും ചെയ്യുന്നു. എന്താണെങ്കിലും അന്തിമ കണക്കുകൾ അതിൽ ഒരാശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ചേലക്കരയിലും പാലക്കാടും ഒപ്പം വയനാട്ടിലും മൂന്നിടങ്ങളിലും നാളെയാണ് ഫലങ്ങൾ വരിക. മൂന്നിടത്തും പ്രതീക്ഷ ഉറ്റുനോക്കുകയാണ് ഓരോ മുന്നണികൾ. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം തന്നെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, നിരവധിയായിട്ടുള്ള വിവാദങ്ങൾ പലതരത്തിൽ ഉയർന്നു വന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾ, ഇതിനിടെ രാഷ്ട്രീയത്തിലെ പ്രതിഷേധങ്ങൾ എല്ലാം കൂടി ഉയർന്നു വന്ന ഒരു വല്ലാതെ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് മൂന്നിടത്തും എന്നുള്ളതാണ് ശ്രദ്ധേയം. അപ്പോൾ അതിൻ്റെ ഒരു ഫലം ഇന്നലെ നമ്മൾ ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നു. അതിൻ്റെ ഒരു പ്രാധാന്യം അതാണ്. CV